ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ്, ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജി, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയാം. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം. ഈ ഒരു സ്പ്രെഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. രണ്ടുപേരും അനുഭവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം കൂടുതൽ അനുഭവിച്ചിട്ടുള്ളത്. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻസ്, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് പോസിറ്റീവായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ പരിശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് കൊടുത്തിട്ടുണ്ടോ, അതിനെല്ലാം നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടി തുടങ്ങിയിരിക്കുന്ന ഒരു ടൈം പീരീഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ചില കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്തു, നമ്മൾ തലകുത്തി മറിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നമ്മളിലേക്ക് വരാത്തൊരു സമയമുണ്ട്. ചിലപ്പോൾ നമ്മളുടെ ഒരു മോശമായിട്ടുള്ളൊരു കാലഘട്ടം കൂടി ആയതുകൊണ്ടായിരിക്കാം. എന്നാൽ ചില സമയം എന്ന് പറയുന്നത് നമുക്കൊരു മാറ്റം വരുന്ന നമ്മളിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു മാറ്റം കണ്ടു തുടങ്ങുന്ന ഒരു സമയം ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ആണെന്നുണ്ടെങ്കിൽ ചെയ്ത പല കാര്യങ്ങൾക്കും നമ്മുടെ ലൈഫിൽ ഒരു റിസൾട്ട് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു സ്പ്രെഡിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് അതാണ്. ഈ ഒരു റിലേഷൻഷിപ്പിനകത്തുള്ള എനർജീസ് പ്രകാരം തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിനകത്ത് മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കഷ്ടപ്പാടിൻ്റെ, വേദനയുടെ, അല്ലെങ്കിൽ കണ്ണീരിൻ്റെ എല്ലാം ഒരു റിസൾട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നു തുടങ്ങുന്ന ഒരു സമയമായിട്ട് തന്നെ നമുക്കിത് കാണാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ചിലപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. ഇപ്പോൾ റിലേഷൻഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ആളുടെ ഒരു സ്വന്തം നിലനിൽപ്പോ, അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾക്ക് വളരെയധികം ഒരു പ്രാധാന്യമൊക്കെ കൊടുത്ത് മുന്നോട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. ഇപ്പോൾ ചിലരുടെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ മറന്ന് ഏതെങ്കിലും ഒരു പ്രലോഭനങ്ങളിൽ പെട്ടുപോയ ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അതിൽ നിന്നുള്ള ഒരു തിരിച്ചു വരവ്, അല്ലെങ്കിൽ ആ ഒരു കമ്മിങ് ബാക്ക് നമുക്കിതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മറ്റേതെങ്കിലും ഒരു രീതിയിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു തരത്തിൽ വഴിതെറ്റി നിങ്ങളിൽ നിന്ന് മാറിപ്പോവുകയോ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്തൊരു നല്ല രീതിയിലുള്ള ഒലച്ചിലൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേജിൽ നിന്ന് ഇപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. ഇവിടെ നമുക്ക് ആ ഒരു 6 ഓഫ് ഫയർ, അതുപോലെ തന്നെ 6 ഓഫ് ഫയറിൻ്റെ ഒക്കെ എനർജിയിൽ നമുക്ക് ആ ഒരു യാത്ര നന്നായിട്ട് കാണാം. അതുപോലെ 3 ഓഫ് ഫയറും അതെ, ഒരു വൊയേജ് ഈ ഒരു സിറ്റുവേഷനകത്ത് നമുക്ക് നല്ല രീതിയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു യാത്രയാണ്. ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് മാനസികമായിട്ട് അകന്നു പോയതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ചിലരെ സംബന്ധിച്ച് ഒരു സെപ്പറേഷനിലേക്ക് പോയിട്ട് തന്നെ ഉണ്ടാവാം. ഒരു ബ്രേക്കപ്പിലേക്കൊക്കെ പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വീണ്ടും പോയിടത്തേക്ക് തന്നെ തിരിച്ചു വരിക എന്ന് പറയില്ല, ആ ഒരു തരത്തിലുള്ള ഒരു എനർജിയാണ്. ആ ഒരു വോയേജ് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു വ്യക്തി തെറ്റായ വഴിയിലൂടെ പോകുന്നു, അല്ലെങ്കിൽ തിന്മയുടെ വഴിയിലൂടെ പോകുന്നു എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് അവരൊരു പോസിറ്റീവായിട്ടുള്ള പാതയിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ ഈ പറയുന്ന ഏത് കാര്യങ്ങൾക്കാണെന്നുണ്ടെങ്കിലും നമ്മുടെ ലൈഫിൽ അധികം സമയമൊന്നും വേണ്ട. നമ്മളുടെ ഒരു ജാതകവശാലുള്ളൊരു സമയം എങ്ങനെയാണോ, അതുപോലെ തന്നെ നമ്മളുടെ ലൈഫിൽ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു കർമാസ് അനുഭവിക്കേണ്ടുന്ന സമയമാണോ, ഈ പറഞ്ഞ പല കാര്യങ്ങളും നമ്മളെ റിഫ്ലക്റ്റ് ചെയ്യും. നമ്മളുടെ ലൈഫിൽ ഓരോ കാര്യങ്ങളും അതെല്ലാം പ്രതിഫലിക്കുന്ന ഒരു കാര്യമായിട്ട് തന്നെ മാറും. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലോ, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പ്രലോഭനങ്ങളിലോ ഒക്കെ വളരെ ശക്തമായിട്ട് കുടുങ്ങിപ്പോയിട്ടുള്ള ഒരു പേഴ്സണാണ്. അല്ലെങ്കിൽ അതിനൊക്കെയാണ് ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം എന്നൊക്കെ കണ്ട് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പൊക്കെ വളരെ തിരസ്കരിച്ച് പോയിട്ടുള്ള ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വഴിയിൽ നിന്ന് അവർക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഈ ഒരു പേഴ്സൺ കുറച്ചും കൂടി സ്പിരിച്വലി കണക്റ്റ് ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ പോലും അറിയാതെ ആ ഒരു വെളിച്ചം അവരിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് പ്രാർത്ഥനകളോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയും കൂടി ഒരു പ്രതിഫലനമാണ് തീർച്ചയായിട്ടും ഈ ഒരു മാറ്റം റിലേഷൻഷിപ്പിനാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ആണെങ്കിലും ഇവിടെ സംഭവിക്കുന്നത്.
അപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്നകന്ന് ദൂരെ പോയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ തിരിച്ചു വരാനായിട്ട് ഒരുങ്ങുന്ന, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ആ ഒരു അടുപ്പം കൂടുതലായിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഫിസിക്കലിയൊക്കെ നിങ്ങളുടെ ഒപ്പം തന്നെയുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മാനസികമായിട്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളുടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെയൊക്കെ ഒരു ഇൻ്റർഫിയറൻസ് മൂലമായിരിക്കാം നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷനിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്നെല്ലാം കുറച്ചും കൂടി ആ ഒരു അറ്റാച്ച്ഡ്, അല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ തമ്മിൽ ഒന്നാവേണ്ടുന്ന ഒരു ടൈം പീരീഡ് ആയിട്ടാണ് നമുക്കിത് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ കൂടുതൽ വ്യക്തികൾക്കും ചിലപ്പോൾ ഇതൊരു ലോങ് ഡിസ്റ്റൻസ് കണക്ഷൻ ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലർ യാത്രകൾ ജീവിതത്തിൽ ചെയ്യേണ്ടുന്ന തരത്തിലുള്ള ജോബ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. നിങ്ങളുടെ ഒരു കരിയർ ആ ഒരു തരത്തിലായിരിക്കാം. ചിലവർ ഈ പറഞ്ഞതുപോലെ ഒരു ഡ്രൈവർ ആ ഒരു രീതിയിലൊക്കെ വർക്ക് ചെയ്യുന്നവരായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ യാത്രകൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ടാവാം. അല്ലെന്നുണ്ടെങ്കിൽ യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാതേക്ക് ഈ ഒരു വ്യക്തി ഒഴിഞ്ഞു മാറി നടന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അല്ലെങ്കിൽ വളരെ സൈലൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്ത് മാറിപ്പോയതായിരിക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ഒരു സ്ട്രോങ് ഡിസിഷനിൽ എത്തിയതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനാണ് തീർച്ചയായിട്ടും ഇതിനകത്തുള്ളത്. നിങ്ങളിൽ നിന്ന് മറ്റു പല കാര്യങ്ങൾ കൊണ്ടോ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടോ, അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ പോയത് കൊണ്ടോ ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു അലംഭാവം കാണിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കമ്മിങ് ബാക്ക് ആണ് നമുക്കിവിടെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇനി ഇവരുടെ ഫീലിങ്സിലേക്ക് നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലൊക്കെ ഇരുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഉത്തരം തരാൻ സാധിക്കാതെ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടന്ന ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റക്നെസ്സിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് ഈ ഒരു പേഴ്സണ് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തെക്കുറിച്ച് അവർ വളരെ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കിലൂടെ കാണുന്നുണ്ട്. പക്ഷേ എങ്കിലും ചില സംശയങ്ങളും കാര്യങ്ങളും ഈ ഒരു പേഴ്സൻ്റെ മനസ്സിലുണ്ടാവും. നമുക്കിവിടെ ഒരു വീൽ എനർജി തന്നെയാണ് കയറി വന്നിരിക്കുന്നത്. ആ ഒരു എനർജി എന്ന് പറയുമ്പോൾ ഒരാളുടെ തോട്ട്സ് ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് രണ്ട് രീതിയിലും അനലൈസ് ചെയ്യുന്ന തരത്തിലുള്ളൊരു എനർജിയും കൂടിയാണ്. ചില കാര്യങ്ങൾ പോസിറ്റീവായിട്ട് തോന്നുമ്പോൾ ചില കാര്യങ്ങളെക്കുറിച്ചൊരു ഡൗട്ട്ഫുള്ളായിട്ട് വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇവിടെ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ബന്ധം ഒന്നും കൂടി ദൃഢപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു സ്റ്റാർ എനർജി തന്നെ നമുക്ക് നേരെ അതിന് താഴെയും കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്ട്രോങ് ബോണ്ടിങ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട്. ഒരുപാട് കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ അവരുടെ മൈൻഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും സ്ട്രോങ് ബോണ്ടിങ്ങിന് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, ഇവിടുത്തെ ആ ഒരു ലവേഴ്സ് എനർജി എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് ഒരു മാച്ച് മെയ്ഡ് ഇൻ ഹെവൻ എന്ന് പറയുന്ന തരത്തിലാണ്. അത്രയേറെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് പകരമായിട്ട് അവരുടെ ലൈഫിൽ അവർക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് ആരും ഇല്ല എന്നുള്ള തരത്തിലുള്ള ആ ഒരു എനർജിയാണ്. ആ ഒരു DFDM എനർജിയുടെ ഒരു കോംബോ നമുക്കിതിനകത്ത് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മേ ബി ചിലപ്പോൾ ഒരു ഡിവൈൻ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും കൂടി ആയിരിക്കാം നിങ്ങളുടേത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് നല്ലൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു എനർജി തന്നെയാണിത്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ടൊന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു അവസരമാണ്. ചിലപ്പോൾ മാനസികമായിട്ടുള്ള സെപ്പറേഷൻ ആയിരിക്കാം, ചിലപ്പോൾ എല്ലാ തരത്തിലും ഒന്നകന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനോടകം തന്നെ ചിലപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്നതിന് മുൻപ് തന്നെ ഈ ഒരു വ്യക്തിയിൽ നിന്നുള്ള ഒരു കോളോ മെസ്സേജോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനോടകം തന്നെ കിട്ടിക്കാണും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളുടെ ഒരു സ്പ്രെഡ് റീഡ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് പല കാര്യങ്ങളും വരാറുണ്ട്. ചിലപ്പോൾ ആ ഒരു വ്യക്തിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് കയറി വരാറുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ, പൊതു സ്വഭാവങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും കയറി വരുമ്പോൾ ഇപ്പോൾ 30 കാര്യം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് 30ൽ 30ഉം ഒരേപോലെയാണ്, അല്ലെങ്കിൽ അവരുമായിട്ട് അത്രയും റെസനേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് വളരെ കുറച്ച് വ്യക്തികളെ ഉണ്ടാവുള്ളൂ. ചിലരെ സംബന്ധിച്ചാണെങ്കിൽ അങ്ങനെയല്ല. ചിലപ്പോൾ ഒരു 10 കാര്യമായിരിക്കും അവർക്ക് മാച്ച് ആവുന്നത്, ബാക്കിയെല്ലാം അവരുടെ ഒരു റിലേഷൻഷിപ്പായിട്ടോ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ എനർജി ആയിട്ടോ മാച്ച് ആവില്ല. അപ്പോൾ നമ്മളുടേത് എന്താണോ അത് മാത്രം നമ്മൾ നമ്മളുടേതായിട്ട് എടുത്താൽ മതി. നമ്മളുടേതല്ല എന്നുണ്ടെങ്കിൽ നിർബന്ധപൂർവ്വം നമ്മളുടേതാക്കി തീർക്കാനായിട്ട് നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്. കാരണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്ന് രാവിലെ ആയിരിക്കാം നിങ്ങൾ തമ്മിലൊരു വലിയ അടി ഉണ്ടായിട്ട് നിങ്ങൾ പിരിഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ആർഗ്യുമെൻറ്റ്സിലേക്ക് പോയിട്ട് നിങ്ങൾ അത്രയും ആ ഒരു സെപ്പറേഷനിലൊക്കെ ഇരിക്കുന്നത് ഇന്നായിരിക്കാം. അപ്പോൾ നമ്മളിവിടെ ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് സെപ്പറേഷനിലുള്ള ആൾക്കാരുടെ കാര്യം പറയുമ്പോൾ അത് ഇന്ന് പെട്ടെന്ന്, അല്ലെങ്കിൽ ഇന്നലെ ഒരു അടി ഉണ്ടാക്കി പിരിഞ്ഞവരുടെ ഒരു റീഡിങ്ങുമായിട്ട് അല്ലെങ്കിൽ അവരുമായിട്ട് ഒരിക്കലും ഒരു റെസനേഷൻ അതിനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള കുറച്ച് സംഗതികൾ മാത്രമാണ് ഞങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് മാച്ച് ചെയ്യുന്നത്. ബാക്കി പലതും വേറെ പലവരുടെയും എനർജീസാണ്. അപ്പോൾ നമ്മളതിനകത്തുള്ള പോസിറ്റിവിറ്റി എന്താണോ അത് അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനായിട്ട് തന്നെ നമ്മൾ ക്ലെയിം ചെയ്യുക. ചിലപ്പോൾ ആ ഒരു റീഡിങ്ങിൻ്റെ എൻഡിങ് വളരെ നല്ലതായിരിക്കും. അപ്പോൾ അത് തന്നെ നമ്മളിലേക്കാണെന്നുണ്ടെങ്കിൽ വരട്ടെ. ഇപ്പോൾ ചിലവർക്ക് ഇന്നിപ്പോൾ കിട്ടുന്ന തരത്തിലുള്ള ആ ഒരു എനർജിയിലായിരിക്കാം ആ ഒരു റീകൺസിലേഷൻ എനർജി വരുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങളിലേക്ക് അത് കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോഴും നമ്മൾ ആ ഒരു പോസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്ലെയിം ചെയ്യുക എന്നുള്ളതാണ്.
ഇപ്പോൾ സ്ഥിരമായിട്ട് കമൻസ് ഇടുന്നവരുടെ കമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, പല റീഡിങ്ങും അവരുമായിട്ട് ഭയങ്കരമായിട്ട് റെസനേറ്റിംഗ് ഉള്ളതായിരിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ഒരു വ്യക്തിയും അതുപോലെ തന്നെ ഞാനുമായിട്ടുള്ള എനർജിയും അറിയാതെ തന്നെ അവിടെ ഒരു കണക്ഷൻ ഫീൽ ചെയ്യാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിവിടെ സ്പ്രെഡ് എടുക്കുമ്പോഴത്തേക്കും അങ്ങനെയുള്ളവരുടെ എനർജീസ് പെട്ടെന്ന് പെട്ടെന്ന് കയറി വരും. അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ എനർജീസ് ആയിരിക്കും നമ്മളിവിടെ ജനറൽ റീഡിങ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കയറി വരുന്നത്. അപ്പോൾ അതാണ് ആ ഒരു ബോണ്ടിങ്. അപ്പോൾ ഓരോരുത്തരും തമ്മിൽ ആ ഒരു ബോണ്ടിങ് അറിയാതെ, നമ്മൾ പോലും അറിയാതെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സമയത്ത് അവരുടെ ഒരു കരിയറിനെ ആയിരിക്കാം കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഫിനാൻഷ്യലി ഉള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾക്കായിരിക്കാം. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിലോട്ട് വേണ്ടത്ര ശ്രദ്ധയോ കാര്യങ്ങളോ ഒന്നും തരാതെ അവർ ആ ഒരു കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റിക്കൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതലൊരു ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തൊക്കെ ഈ ഒരു പേഴ്സൺ ഒരു മാറ്റം വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാതിരുന്ന ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അവരുടെ ലൈഫിൽ കടന്നു വന്നിട്ടുണ്ടാവാം. അപ്പോൾ ചിലർക്ക് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തി തന്നെ ആവണമെന്നില്ല, ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു ഫിനാൻഷ്യൽ നീഡ്സ് കരിയറൊക്കെ ആയിട്ട് മാറാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്കും തീർച്ചയായിട്ടും ഒരു സ്റ്റെബിലിറ്റി ഇപ്പോൾ കൈവന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഇത്രയും നാളും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തൊരു ക്വാളിറ്റി ടൈം തന്നിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോയിരുന്ന ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും അവരുടെ ഒരു അറ്റൻഷൻ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇതിനകത്ത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്ന എനർജി തന്നെയാണ്. അപ്പോൾ ഇവരുടെ ഒരു എനർജി നമ്മളിവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നത്തേക്ക് മാറ്റി വെക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയിലല്ല ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. എത്രയും വേഗം നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 8 ഓഫ് ഫോൺസ് എനർജിയൊക്കെയാണ്. ദാറ്റ് മീൻസ് എത്രയും പെട്ടെന്ന് ആ ഒരു ആക്സിലറേറ്റഡ് മോഷൻ എന്ന് വേണമെങ്കിൽ പറയാം, ആ ഒരു ഫാസ്റ്റ് എനർജിയാണ്, ആ സ്വിഫ്റ്റ് എനർജി ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ഒരു ഫീലിങ്സിനകത്ത് ഒരു പ്ലാനിങ് മാത്രമല്ല ആക്ഷനും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ചില സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഒരു വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഒരു പ്ലാനിങ് എനർജിയിലായിരിക്കും ഒരു പേഴ്സൺ ഉണ്ടാവും. അതിന് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ഇവിടെ തീർച്ചയായിട്ടും ഒരു സ്ട്രോങ് ആക്ഷൻ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തേക്ക് എടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇവരായിട്ട് തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് വരും. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്തെങ്കിലും ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും ആ ഒരു പേഴ്സൺ ചിലപ്പോൾ ഓപ്പണായിട്ട് നിങ്ങളോട് പറയാനുള്ള ഒരു സാധ്യതയും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ദാറ്റ് മീൻസ് ഒരു ഡിറ്റർമിനേഷനാണ്. അപ്പോൾ ചില കാര്യങ്ങൾ ആ ഒരു പേഴ്സണും ഇവിടെ ഒരു സംശയമുണ്ട് എന്നുള്ളത് നമുക്ക് കാണുന്നുണ്ട്. എങ്കിലും ആ ഒരു സംശയമാണെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങളോട് ഓപ്പണായിട്ട് ചോദിച്ച് ഫുൾ ഒരു ക്ലാരിറ്റിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് ആ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഇവർക്കൊരു പ്രതീക്ഷയുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് കാണാം. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ചിലപ്പോൾ വളരെയധികം ഇമേജ് കോൺഷ്യസ് ആയിട്ട് സമൂഹത്തിൽ നിന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫെയിം ഒക്കെയുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. 10 പേര് അറിയുന്ന ഒരു വ്യക്തി, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു റോൾ മോഡലായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആയിരിക്കും. ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തൊരു തടസ്സമായിട്ട് വന്നു എന്ന് വരാം. ചിലപ്പോൾ അതായിരിക്കാം നിങ്ങൾക്കിടയിൽ ആ ഒരു തേർഡ് പാർട്ടി എനർജി ആയിട്ട് കയറി നിന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വേണ്ട സമയത്ത് കമ്മിറ്റ്മെൻറ്റ് തരാതെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ മാറി നിന്നിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറകെ പോയതുകൊണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ഒരു ഉചിതമായിട്ടുള്ളൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും പല കാര്യങ്ങളും അന്യോന്യം പരസ്പരം പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ചില സമയത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആ ഒരു ന്യൂ എനർജി മാത്രമായിരിക്കും അവിടെ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒട്ടും ഇഷ്ടപ്പെടാതെ പുതിയൊരു ഫ്രഷായിട്ട് എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് കാണാറുണ്ട്. പക്ഷേ ഇവിടെ അതിനേക്കാൾ ഉപരിയായിട്ട് എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾ തമ്മിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും പറഞ്ഞു തീർത്ത് ഒരു കറ പോലും മനസ്സിലില്ലാതെ മുന്നോട്ട് പോകാമെന്ന് നമ്മൾ പറയുന്ന തരത്തിലുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു 9 ഓഫ് സോർട്സിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ ഇവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഗിൽറ്റ് ഫീലിംഗ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് കാണാം. അല്ലെങ്കിൽ ഇപ്പോൾ വളരെയധികം ഒരു സെപ്പറേഷനിലൊക്കെ പോയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ആ ഒരു സെപ്പറേഷൻ, ആ ഒരു ബ്രേക്കപ്പ് എല്ലാം ഈ ഒരു പേഴ്സണെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ രണ്ടുപേരും തമ്മിൽ പരസ്പരം യാതൊരു അറിവും ഇല്ലാതെ നിൽക്കുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കാം. പരസ്പരം എന്ത് ചെയ്യുന്നു, എന്ത് അവസ്ഥയാണെന്ന് അറിയാതിരിക്കുന്ന ഒരു ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമെന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളോട് സംസാരിക്കണം, അല്ലെങ്കിൽ പരസ്പരമുള്ള തെറ്റിദ്ധാരണകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു തിരുത്താനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ തരുന്നുള്ളതാണ്. നിങ്ങൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്ന ഒരു എനർജിയാണ്. അത് എത്രയും പെട്ടെന്ന് തന്നെ എന്നുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്.
അപ്പോൾ ഓവറോളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രീംസ് ട്രൂ ആവാനായിട്ട് സാധിക്കുന്ന ഒരു ടൈം പീരീഡ് തന്നെയാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള പല കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ അഫർമേഷൻസ് ആയിക്കോട്ടെ, പ്രാർത്ഥനകളായിക്കോട്ടെ, എല്ലാത്തിനും ഒരു റിസൾട്ട് വന്നു തുടങ്ങുന്ന ഒരു സമയമാണ് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ ഈ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു കെട്ടുപാടിനകത്ത് പെട്ടുപോയതാണ്, അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ ഒരു ടെംപ്റ്റേഷൻ്റെ പിറകെ പോയതായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ളൊരു തിരിച്ചുവരവ് ഈ ഒരു പേഴ്സൺ ഉണ്ടായിരിക്കുന്നു. ആ ഒരു ട്രാപ്പിൽ നിന്ന് ആ ഒരു പേഴ്സൺ ഫ്രീ ആയി വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ഒരു റിയൽ എനർജി എന്താണോ അതിലേക്ക് ഈ ഒരു പേഴ്സണ് മടങ്ങി വരാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരണം, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് തന്ന് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പേർക്ക് ഇതിനോടകം തന്നെ ഈ ഒരു റീഡിങ് കാണുമ്പോൾ ചിലപ്പോൾ കോൺടാക്റ്റോ കമ്മ്യൂണിക്കേഷനോ കിട്ടിയ ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന ആൾക്കാരുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇന്നത്തെ ഒരു റീഡിങ്ങിനകത്ത് വളരെ ഒരു പോസിറ്റീവ് എനർജി, അതായത് അത്രയും ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങളിലേക്ക് വരണം, ഒരു പെൻഡിങ്ങിലേക്ക് വെക്കാതെ എത്രയും വേഗം എന്നുള്ള രീതിയിൽ കാണുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത നമ്പേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ 1, നമ്പർ 5, നമ്പർ 6, നമ്പർ 10, നമ്പർ 12, നമ്പർ 15 ആൻഡ് നമ്പർ 17. സോഡിയക് സയൻസ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല, ഓൾമോസ്റ്റ് എല്ലാ സോഡിയക് സയൻസും ഇവിടെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു സിറ്റുവേഷനായിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. ഒരു പോസിറ്റിവിറ്റി എപ്പോഴും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ പോസിറ്റിവിറ്റി വേണം എന്നുള്ളത് നമ്മൾ എപ്പോഴും ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളത് പറഞ്ഞ് 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 നമ്മളിലേക്ക് ആ ഒരു പോസിറ്റിവിറ്റി നമ്മൾ പോലും അറിയാതെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു തരത്തിൽ നമ്മളും അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.